ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. Hey, I see if your phone is ringing. Please answer the phone. Hey, I see if your phone is ringing. Please answer the phone. ഹായ് ഫ്രണ്ട്സ്, ഇത്തരത്തിൽ നമ്മുടെ പേരിൽ ഒരു റിംഗ് ട്യൂൺ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പേരിന് ശേഷം യുവർ ഫോൺ ഈസ് റിംഗിങ് അല്ലെങ്കിൽ പ്ലീസ് റിസീവ് യുവർ കോൾ, അത്തരത്തിലുള്ള ഒരുപാട് വേർഡായിരിക്കും നമുക്ക് റിംഗ് ട്യൂണിൽ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ 3 ഓപ്ഷൻ ആയിരിക്കും കാണുക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ മൈ നെയിം റിംഗ് ട്യൂൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത റിംഗ് ട്യൂൺസ് കാണാൻ പറ്റും. ഇനി നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഓറഞ്ച് കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു റിംഗ് ട്യൂൺ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് സെലക്ട് പ്രീഫിക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പേരിന് മുമ്പ് എന്താണ് വേണ്ടത്, ഹായ് എന്നോ ഹേയ് എന്നോ മിസ്റ്റർ എന്നോ, അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹേയ് എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് തൊട്ട് താഴെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്താണ് റിംഗ് ട്യൂണിൽ വരേണ്ടത് ആ പേര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആസിഫ് എന്ന് സിംപ്ലി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് ആഡ് പോസ്റ്റ് ഫിക്സ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേരിന് ശേഷം എന്താണ് നമുക്ക് വേർഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. യുവർ ഫോൺ ഈസ് റിംഗിങ് എന്നാണോ, അല്ലെങ്കിൽ പ്ലീസ് റിസീവ് യുവർ കോൾ എന്നാണോ, പ്ലീസ് പിക്കപ്പ് യുവർ ഫോൺ എന്നാണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വേർഡ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും കൂടി നമുക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഒരു വേർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് തൊട്ട് താഴെ നമുക്ക് വോളിയം കൺട്രോൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ നമുക്ക് പ്ലേ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. Hey, Asif, please receive your call. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരു വേർഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആഡ് പോസ്റ്റ് പിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നൺ എന്ന് കൊടുക്കാം. നൺ കൊടുത്ത ശേഷം നമ്മുടെ പേരിന് ശേഷം നമുക്ക് എന്താണ് വേർഡ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ആസിഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പേര്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫോൺ എടുക്കൂ എന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് മലയാളത്തിനേക്കാളും ഇംഗ്ലീഷ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. മലയാളം അത്ര കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പേരിന് ശേഷം വേണ്ട വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് വരുന്നതായിരിക്കും. നമുക്ക് പരസ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ആസ് റിംഗ് ട്യൂൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഏതെങ്കിലും സ്പെഷ്യൽ കോൺടാക്ട്സിന് മാത്രമാണ് റിംഗ് ട്യൂൺ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസൈൻ ടു കോൺടാക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് ആസ് ഡിഫോൾട്ട് റിംഗ് ട്യൂൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ കോൺടാക്ട്സിനും ഈ ഒരു റിംഗ് ട്യൂൺ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് നൽകാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക്